നാഷണൽ നമുക്ക് ഏറ്റവും പുതിയ വിവരം വരുമ്പോൾ NDA സഖ്യം 289 ഇന്ത്യ സഖ്യം 289 ഇന്ത്യ സഖ്യം 236. അപ്പോ എല്ലാം ശരി. അപ്പൊ കേരളത്തിലെ കൂടെ പറയാം. കേരളത്തിലെ UDF 17, LDF 1, NDA 2. ക്ലിയർ അല്ലേ? രണ്ടെന്നൊരു ഗൗരവം കൂടിയല്ല. രണ്ട് മറ്റേ ഒന്നും ഇല്ലാത്തടത്തുനിന്ന് രണ്ട് കിട്ടുമ്പോൾ ഇന്ത്യയിലെ നമ്മളെ ഉത്സവം സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞിട്ടേ മാത്രമല്ല നമ്മുടെ ഉച്ചയൂണിരുന്ന് മാത്രമല്ല ഈ കണ്ടോണ്ടിരിക്കുന്നൊരു ചീത്ത വിളിക്കുന്നുണ്ടാവും. നിർത്തി പോടേ. എത്ര മണിക്കൂർ തുടർച്ചയായി ഗിന്നസിൽ എസ്കേൻ കയറി കിട്ടിയില്ലായിരുന്നു. അതെ അതെ അത് ഭേദിക്കും. അത് ഭേദിക്കും. അത് 11 മണിക്കൂറേ ഉള്ളൂ. അതിനെ 13 hours. വിജയൻ യു വിൽ ബി ഇൻ ദ ഗിന്നസ് വേൾഡ് റെക്കോർഡ്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജസ്ഥാനിൽ മന്ത്രി രാജിക്കൊരുങ്ങുന്നു. മന്ത്രി കിരോഡിലാൽ മീണയാണ് സ്വന്തം തട്ടകമായ ഡൌസയിലെ പരാജയത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിക്കൊരുങ്ങുന്നു. രാജിവെക്കരുത്. അപ്പൊ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഒരു മാറ്റമില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് ഡൽഹിയിലുള്ള നമ്മുടെ നമ്മുടെ ബൽറാമിനെ പോലെ വിളിച്ചിട്ട് എന്താ സംഭവിക്കുന്നത്, യഥാർത്ഥത്തിൽ എത്ര ശതമാനം ബൽറാം നെടുങ്ങാടി, ആർ രാധാകൃഷ്ണൻ ഇത്യാദി മനുഷ്യരെ കിട്ടിയ നല്ലതായിരുന്നു. ഇത്യാദി എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള ആളുകളെ മിസ്റ്റർ വിജയകുമാർ നിങ്ങളുടെ ഒരു ചെറിയ മീനല്ല കേട്ടോ. ഓക്കെ, റെഡി. അപ്പൊ കെ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷ ലീഡ് 18,237 പുള്ളി കയറുന്നുണ്ടല്ലേ? പുള്ളി കയറുന്നുണ്ട്. പുള്ളി കയറിയില്ലെങ്കിലേ പിന്നെ പൂജ്യം വരേണ്ടി വരില്ലേ? ഓക്കെ, പുള്ളി കയറട്ടെ. പുള്ളിയുടെ കയറില്ലെന്നുണ്ടെങ്കിൽ LDF പൂജ്യം പ്രശ്നമാവില്ല, വലിയ പാടാവില്ല. ഓക്കെ, എല്ലാവർക്കും എന്തെങ്കിലും വേണ്ടേ? LDF 1, NDA 2 എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ കക്ഷിയില്ല. കേരളത്തിലെ ആകെ മണ്ഡലങ്ങൾ 20, 2020. അതിൽ 17 UDF, 1 LDF, NDA 2. ഇത് തന്നെയാണ് കുറച്ചധികം നേരമായി നിൽക്കുന്നത്. ദേശീയ ചിത്രത്തിലേക്ക് പോയാൽ NDA 289, 289. അതുപോലെ ഇന്ത്യ മുന്നണി 236, 236. മറ്റുള്ളവർ 18. അപ്പൊ എന്തായാലും ഒരു കടുത്ത പോരാട്ടം തന്നെ നടക്കുന്നു എന്ന് വേണം കരുതാൻ. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇന്ത്യ നമ്മൾ ഇലക്ഷനുള്ള പെർസെപ്ഷൻ എന്താണ്? ഇന്ത്യ സഖ്യം എന്നൊരു സഖ്യമേ ഇല്ല. ഇവിടെ 400 പോയി, എല്ലാം പോയി, ഒന്നുമില്ല. പക്ഷെ അതിനുശേഷം ഒന്നാം ഘട്ടം കഴിയുമ്പോഴേക്കും ശക്തമായി തിരിച്ചു വന്നു. എന്നിട്ട് ലാസ്റ്റ് എക്സിറ്റ് പോൾ വരുമ്പോഴേക്കും നമ്മൾ ഈ കണ്ടതൊക്കെ വെറുതെയാണോ? ഒന്നുമില്ല. 400 പോകുന്ന എക്സിറ്റ് പോൾ അടിച്ച അതിന്റെയൊക്കെ പ്രതീക്ഷകളുടെ മണ്ടക്കടിച്ചുകൊണ്ടാണ് ഇപ്പോ എനിക്കൊന്നറിയാം. നമ്മളിപ്പോ ഈ കേരളത്തിലൊക്കെ നമ്മൾ അവതാരകരൊക്കെ മുണ്ട് ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴേ മുണ്ടിന്റെ മാർക്കറ്റ് കൂടിയല്ലോ. ഇപ്പൊ ഡൽഹിയിലും ഒക്കെ തന്നെ മുണ്ടിന്റെ മാർക്കറ്റ് കൂടും. മുംബൈയിലും ഈ എക്സിറ്റ് പോൾ നടത്തിയവർക്ക് തലവഴി ഇടാൻ ഒത്തിരി സാധനം വേണ്ടി വരും. ഇത് ഇങ്ങനെയാ പോകുന്നതെങ്കിൽ അവരെ പിടിച്ചാൽ കിട്ടുമോ? വഴിക്ക് പോകേണ്ടി ഒരു മര്യാദയില്ല. ഒരു ലെവലും ഇല്ലാത്ത രീതിയിലാണ് പറഞ്ഞത്. ബംഗാളും UPയും ബാക്കിയൊക്കെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ബംഗാളും UPയും പ്രശ്നം എന്ന് പറഞ്ഞാൽ 400 പാർ എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നു. ആ 400 പാറിലേക്ക് എത്തിക്കാൻ 401 ഒക്കെ ആക്സിസ് മൈൻഡ് കൊടുക്കുമ്പോഴേക്കും അതിന് ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടും. 401 കൃത്യം 400 പാറിലേക്ക് എത്തിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവർ നോക്കി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് BJPക്ക് വേണ്ടി ചെയ്ത പണി എന്ന പ്രതിപക്ഷ ആരോപണം ശരിവെക്കലല്ലേ അത് ചെയ്യുക യഥാർത്ഥി. ഇലക്ഷൻ കഴിഞ്ഞിട്ട് പക്ഷേ അങ്ങനെ ചെയ്തിട്ട് എന്ത് ഗുണം എന്നുള്ള ചോദ്യം എങ്കിലും ഈ രാജീവ് സർദേശായിയെ പോലെ ഒരു എമിനന്റ് ആയ മാധ്യമ പ്രവർത്തകൻ എന്ന് വെച്ചാൽ അദ്ദേഹം മാധ്യമ പ്രവർത്തനം നോക്കിയിട്ട് ഇത്ര കാലമായി, അങ്ങനെ ഒരാള് ഇതിനടുത്തിരുന്ന് സംസാരിക്കുന്നു. പ്രദീപ് ഗുപ്ത എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ഒരു സഫോളജിസ്റ്റ്, ഒരു മേൽവിലാസമുള്ള സഫോളജിസ്റ്റ്. എന്നാൽ കൂടി ഇത്രത്തോളം തെറ്റുമോ? നമ്മൾ ഇത്രത്തോളം സർദേശായി ഒന്നാമതൊരു BJP ക്യാമ്പിലുള്ള ആളല്ല, മോദി വിരുദ്ധനാണ്. പ്രഖ്യാപിത മോദി ആക്സിസ് മൈൻഡ് എന്ന് പറയുന്ന നമുക്ക് അത്യാവശ്യം വിശ്വസിക്കാം. ഇത്രനാളും അതുകൊണ്ടാണ് നമ്മൾ അത് മുകളിലേക്ക് എടുത്തത്. അതുകൊണ്ട് മാത്രമല്ലോ ആ ഏജൻസി. സുരേഷ് ഗോപിയുടെ ലീഡ് 72,000 കടന്ന് നിൽക്കുകയാണ് ഇപ്പോ. ഇനിയിപ്പോ തിരിഞ്ഞു നോക്കേണ്ടി വരുന്നില്ല അല്ലേ? ഇനിയിപ്പോ തിരിഞ്ഞു നോക്കേണ്ടി വരുന്നില്ല. 72,763 വോട്ടുകൾക്ക് തൃശൂർ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കുന്നു എന്ന ചിത്രമാണ്. ഏതാണ്ട് അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പാണ്. അദ്ദേഹം വിജയത്തിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ കാണുന്നത്. വിജയകുമാർ തിരുവനന്തപുരത്ത് എന്തോ സംഭവിക്കുന്ന അറിഞ്ഞുകൊള്ളു. കുറെ നേരമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. തിരുവനന്തപുരത്തെ പുതിയ അപ്ഡേഷൻ ഒന്നും വരുന്നില്ല. പോലീസ് സ്ഥാപനം തിരുവനന്തപുരം അറിയില്ല. അല്പസമയം നോക്കിയിട്ടിരിക്കുന്നത് നമ്മുടെ ഷബീദ് റാവുത്തിനെ ഏൽപ്പിച്ചാലോ? ഷബീദ് റാവുത്ത് ഒന്ന് എനർജറ്റിക്കാവും അല്ലേ? ഒന്ന് കട്ടക്ക്. കുറെ നേരം തിരുവനന്തപുരത്ത് അനക്കൂല.
ഇവിടെ ഷാഫിയുടെ ഭൂരിപക്ഷം വടകരയിൽ 78,663 വോട്ട് ഭൂരിപക്ഷത്തിലേക്ക് ഉയരുകയാണ്. 78,663. അപ്പോ രാജീവ് ചന്ദ്രശേഖരൻ ലീഡ് നില കുറഞ്ഞു, 10,362 കുറഞ്ഞു എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. രാജീവ് ചന്ദ്രൻ ലീഡ് നില എത്രയായിരുന്നു? 11,950. 10,362. താന്നു. ഞാൻ ചോദിച്ചോളൂ രാജീവിന്റെ എന്താ അവസ്ഥ ചോദിച്ചു. ട്രിവാൻഡ്രത്തെ അവസ്ഥ എന്താ? ട്രിവാൻഡ്രത്ത് കുറയാണ് ലീഡ് നില, എന്താണ് 10,362. ആലപ്പുഴയിൽ KC വേണുഗോപാൽ ലീഡ് 50,199 ഉയരുകയാണ്. ഉത്തർപ്രദേശിലെ പിലിഭിത്തിൽ BJPയുടെ ജിതിൻ പ്രസാദ് 1,00,000 വോട്ടിന് മുന്നിൽ എന്നൊക്കെ പറയുന്നുണ്ട്. BJPയുടെ ഹേമമാലിനി അവിടെ മുന്നിലാണ്. ഉത്തർപ്രദേശ് ലക്നൌവിൽ BJP രാജ്നാഥ് സിംഗ് 26,000 വോട്ടിന് മുന്നിൽ എന്ന് പറയുന്നു. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിനെ എന്താണ് വല്ലാതെ ആക്കിയത്, അല്ലെങ്കിൽ BJPക്ക് നെഞ്ചെടുപ്പ് ഉള്ള തെരഞ്ഞെടുപ്പാക്കിയത് വാരണാസിയിൽ അവരുടെ സ്റ്റാർ ക്യാമ്പയിന് സാക്ഷാൽ പ്രധാനമന്ത്രി ഒരു 2-3 മണിക്കൂർ അജയ് റായ്ക്ക് പിന്നിൽ നിന്നുവെങ്കിൽ അത് നാണക്കേടാകുന്ന ഒരു തർക്കവും ഇല്ല. അത് ഇനിയുള്ള അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറിൽ ഇക്കാലം അത്രയും 1 ലക്ഷം പോലും ട്രയൽ ചെയ്യാത്ത നരേന്ദ്രമോദിയെ വാരണാസിയിൽ സാക്ഷാൽ കാശിയിൽ അവർ ട്രയൽ ചെയ്യിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്ന കാര്യം ഉറപ്പാണ്. ഇവിടെ NDA 283, ഇന്ത്യ 236, മറ്റുള്ളവർ 18. അടൂർ പ്രകാശിന്റെ ലീഡ് 1,400 കുറഞ്ഞു, 1,408. അത് 1,400 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ അതൊരു പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നു അവസാന വോട്ടെണ്ണി കഴിയുമ്പോൾ മാത്രം ഫലം പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമായി ഇപ്പോൾ തുടരുന്നത് ആറ്റിങ്ങലും തിരുവനന്തപുരമാണെന്ന് തോന്നുന്നു, അല്ലേ? എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് എത്ര സമയം അങ്ങനെ തുടരുമെന്ന് നമുക്കറിയില്ല. ആറ്റിങ്ങലാണ് മറ്റൊരു മണ്ഡലം. ബാക്കി മണ്ഡലങ്ങളൊക്കെ ഏറെക്കുറെയൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. കേരളത്തിലെ ഈ 2 മണ്ഡലങ്ങൾ ബാക്കിയെല്ലാം നോക്കുക 1,400 കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം ആ നിലയിൽ ഇല്ല. തിരുവനന്തപുരം ലാസ്റ്റ് എന്താണ് ഭൂരിപക്ഷം കുറയുന്നത് എന്തിന്റെങ്കിലും സൂചനയാണോ? അത് ഏതെങ്കിലും മണ്ഡലങ്ങളിലും ഏറെക്കുറെയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്, ഓൾമോസ്റ്റ് സെറ്റിൽ ആയിരുന്നു ബാക്കി എല്ലാ മണ്ഡലങ്ങളിലുമേ. ബാക്കിയുള്ളത് പിന്നെ ദേശീയ സഖ്യമാണ്. 259 കിടന്ന് കളിക്കുകയാണ്. ആ റേഞ്ചാണ് 259, 290, 300 വരെ എത്തിയിരുന്നു NDA. അതിനുശേഷം കുറഞ്ഞ വാരാണസിയിൽ മോദിയുടെ ലീഡ് 1 ലക്ഷം കടന്നിട്ടുണ്ട്. അതാണ് പുതിയ വിവരം. കഴിഞ്ഞ തവണ 6 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം ജയിച്ചാണ്. ആ ഭൂരിപക്ഷം ഇപ്പോൾ വരുമെന്ന് കണ്ടറിയണം. അല്ലെ, കഴിഞ്ഞ 6 ലക്ഷം ഉണ്ടായിരുന്നില്ലേ? 6 ലക്ഷം ഉണ്ടായിരുന്നു ഇല്ലേ? 6 ലക്ഷത്തിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു തോന്നുന്നു. അതെ 289. NDA ഇന്ത്യ സഖ്യം 236, മറ്റുള്ളവർ 18. UDF കേരളത്തിൽ 17, LDF 1, NDA 2 എന്നുള്ളതാണ് ആ കണക്കുകൾ. അത് രാഷ്ട്രീയമായി LDFന് ഒട്ടുമേ ആശ്വാസം നൽകുന്ന ഒരു കണക്കല്ല. ഇവിടെ K. രാധാകൃഷ്ണൻ മന്ത്രി, നല്ല പ്രതിച്ഛായുള്ള മിനിസ്റ്റർക്ക് മാത്രമാണ് അവിടെ പിടിച്ചിട്ട് കഴിയുന്ന. ആറ്റിങ്ങലിൽ അല്പസമയം വി ജോയ് നല്ല അവിടുത്തെ മികച്ച കാൻഡിഡേറ്റ് ആണ്. വി ജോയ് കുറച്ച് മുന്നോട്ട് വന്നെങ്കിൽ പിന്നീട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അടൂർ പ്രകാശ് പിന്നീട് മുന്നിൽ കയറി. പക്ഷേ അടൂർ പ്രകാശ് ലീഡ് ആകെ 1,400 വോട്ടുകളൊക്കെയാണ്. ഉത്തർപ്രദേശിലെ കനൌജിൽ സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് 79,783 വോട്ടിനാണ് മുന്നിൽ. അഖിലേഷ് മാത്രമല്ല, ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം അസാധ്യമായി വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം ഒരു തർക്കവാക്കാര്യത്തിലില്ല. അവിടെ അഖിലേഷ്, രാഹുൽ ഗാന്ധി ദ്വയത്തിന്റെ പരിപാടിയിലേക്ക് തടിച്ചുകൂടിയ ജനലക്ഷങ്ങൾ അതൊക്കെ വോട്ടായി മാറി. ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും ഇപ്പോഴും പ്രസക്തിയുണ്ട്. അങ്ങനെ ക്രഷ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിനെ കോൺഗ്രസ് മുക്ത ഹിന്ദി ഹൃദയഭൂമിയാക്കാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു ഈ പ്രതിപക്ഷ സഖ്യം. എന്താണ് ഉയിർപ്പിന്റെ ഒരു പ്രതീക്ഷയുടെ വലിയ ഒരു കണക്കുകൾ ആ ഭൂമിയിൽ ഒന്നാകെ വരുന്നു. 289 NDA, 236 ഇന്ത്യ സഖ്യം, മറ്റുള്ളവർ 18. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.